അവൾ കണ്ണുകൾ തുറന്നപ്പോൾ അവളുടെ ചുറ്റുമുള്ള ആളുകളെ കണ്ട് അവളാകെ അമ്പരന്നു. പക്ഷേ അതിലേറിയ ഞെട്ടൽ അവൾക്ക് തോന്നിയത് അവൾ ജീവിതത്തിൽ ഏറ്റവും വെറുത്തിരുന്ന അവളുടെ എതിരാളിയെയാണ് അവൾ വിവാഹം കഴിച്ചെന്നുള്ള കാര്യം മനസ്സിലായപ്പോഴാണ്. മാരേജ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയപ്പോഴാണ് അവൾ 10 വർഷം ടൈം ട്രാവൽ ചെയ്ത് ഭാവിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നവൾക്ക് മനസ്സിലായത്. പെൺകുട്ടിക്കാവട്ടെ അവളുടെ ജീവിതത്തിൽ 18 വയസ്സ് വരെ നടന്ന കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. തന്റെ എതിരാളിയെ വിവാഹം കഴിച്ചു എന്ന സത്യം അംഗീകരിക്കാൻ സാധിക്കാത്ത അവളാവട്ടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് യുവാവ് അവളെ തടയുകയും പെൺകുട്ടിയുടെ അച്ഛനമ്മമാർ വിശ്വാസത്തോടെ തന്നെ അവളെ യുവാവിനെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുമുണ്ട്. അവൾ വിചിത്രമായി പെരുമാറുന്നത് കണ്ടിട്ട് തന്നെ അവളുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു എന്ന് യുവാവിന് മനസ്സിലാവുന്നുണ്ട്. തിരിച്ചു മടങ്ങിയെത്തിയ പെൺകുട്ടിയാവട്ടെ അത്ഭുതത്തോടെ മനസ്സിലാക്കുന്നുണ്ട് അവൾ വലിയൊരു വീട്ടിലാണ് താമസിക്കുന്നതെന്ന്. യുവാവിന് ഒരുപാട് ജോലികൾ ഉള്ളത് കൊണ്ട് തന്നെ പെൺകുട്ടിയുടെ ഇളയ സഹോദരനോട് യുവാവട്ടെ ഈ വീടുമായി അവളെ പരിചയപ്പെടുത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. യുവാവ് അവിടെ നിന്ന് പോയതിനു ശേഷം പെൺകുട്ടി അവളുടെ സഹോദരനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവൾ അവനെ വിവാഹം കഴിച്ചതെന്ന്. പക്ഷെ എന്തുകൊണ്ടാണ് അവൾ അവനെ വിവാഹം കഴിച്ചെന്നുള്ള വിവരം സഹോദരനും അറിയില്ലായിരുന്നു. എന്നാൽ അവരിരുവരും 9 വർഷമായി പ്രണയത്തിലായിരുന്നു എന്നും അവളുടെ ഇഷ്ടപ്രകാരമാണ് യുവാവ് ആ വീട് പണി കഴിപ്പിച്ചെന്നും വിവിധതരം സമ്മാനങ്ങൾ എന്നും യുവാവ് ജോലി കഴിഞ്ഞു വരുമ്പോൾ അവൾക്ക് കൊണ്ടുവരുമായിരുന്നെന്നും അവളുടെ സഹോദരൻ പറയുന്നു. എന്നാൽ പെൺകുട്ടി അവൻ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ബെഡ്റൂമിലേക്ക് പോയി സാധനങ്ങളൊക്കെ എന്ന് നോക്കാനായി സഹോദരൻ പറയുന്നുണ്ട്. അങ്ങനെ അവൾ ബെഡ്റൂമിലേക്ക് പോയി അലമാര തുറന്നു നോക്കിയപ്പോൾ അത് മുഴുവൻ വില കൂടിയ ഡിസൈനർ വസ്ത്രങ്ങളായിരുന്നു. അവൾ ആവേശഭരിതയായി അതിലൊരെണ്ണം ഇട്ടു നോക്കുന്നുമുണ്ട്. ജോലി കഴിഞ്ഞ് എത്തിയ യുവാവ് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം പതിവ് പോലെ തന്നെ അവന്റെ ഭാര്യയെ കിസ് ചെയ്യാൻ ഒരുങ്ങുന്നു. എന്നാൽ പെൺകുട്ടിയാവട്ടെ പരിഭ്രാന്തിയോടെ തന്നെ അയാളെ തള്ളി മാറ്റുന്നു. അപ്പോഴാണ് അവന് ഓർമ്മ വന്നത് 18 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ അവൻ അവളോട് ക്ഷമ പറയുന്നു. പക്ഷേ പെൺകുട്ടി പറയുന്നുണ്ട് താൻ പേടിച്ചു പോയതാണ്, അടുത്ത തവണ വളരെ സൗമ്യമായി തന്നെ തന്നോട് പെരുമാറാൻ. അവൾക്ക് അവനോട് ഇഷ്ടക്കേടൊന്നുമില്ല എന്ന് കേട്ടപ്പോൾ അവന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് തന്നെ കുറച്ച് വർക്കുകൾ കൂടി തീർക്കാനുണ്ടെന്നും പറഞ്ഞ് സെക്രട്ടറി വിളിക്കുന്നുണ്ട്. അതോടെ യുവാവ് മുറിയിൽ നിന്ന് പോകുന്നു. യുവാവ് മുറിയിൽ നിന്ന് പോയതിന് പുറകെ തന്നെ പെൺകുട്ടി അവളുടെ സുഹൃത്തിന് മെസ്സേജ് അയക്കുന്നുണ്ട്. താൻ ആദ്യമായിട്ടാണ് ഒരു കിസ് എക്സ്പീരിയൻസ് ചെയ്തതെന്നും താൻ ഒരിക്കലും ആ യുവാവിനെ കിസ് ചെയ്തിട്ടില്ല എന്നും പറയുന്നു. ഇത് കേട്ട് അവളുടെ അടുത്ത സുഹൃത്ത് അവളോട് പറയുന്നുണ്ട് അവരിരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഇന്റിമേറ്റ് ആയിട്ടുള്ള നിമിഷങ്ങൾ ഇതിനു മുമ്പ് തന്നെ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവനെ കിസ് ചെയ്യുന്നതിൽ നിനക്ക് യാതൊരു വെറുപ്പും തോന്നേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. ഈ സമയത്ത് പെൺകുട്ടിയാവട്ടെ ചുവരിലുള്ള അവരിരുവരുടെയും വിവാഹ ചിത്രം നോക്കിയിട്ട് എന്തുകൊണ്ടാണ് അവൾ ആ യുവാവിനെ വെറുതെ എന്നുള്ള കാര്യം ഓർത്തെടുക്കാൻ തുടങ്ങുന്നു.